രാഗിനി അല്ല രാഗിനി എല്ലാം തെറ്റുവാണല്ലോ. ജാനകി നോക്ക്, ഓർമ്മ കിട്ടുന്നുണ്ടോ? ഓർമ്മ കിട്ടുന്നുണ്ടോ? ഓർമ്മ കിട്ടുന്നുണ്ട്. അതാണ് എന്റെ ജാനകി. അതാ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾമെന്റ് കൊണ്ടുവന്ന അണ്ണാച്ചി. അല്ല അല്ല, വീണ്ടും ഓർത്ത് നോക്ക്. നിന്റെ രാമൻ, നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച 4ാം ക്ലാസ് മുതൽ പഠിച്ച രാമൻ. അല്ല, ആ രാമനല്ല, സി രാമൻ. 4 സീല രാമൻ. 4 സീല രാമൻ. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പണ്ട് മൂട് കീറി നിക്കറായി എന്റെ പുറകിൽ നടന്ന ആ രാമനല്ലേ? ഞാൻ മേടിച്ചെന്ന മുട്ടായി നെയിം സ്ലിപ്പ് ഒന്നും അല്ല നിനക്ക് ഓർമ്മ. മൂട് കീറിയ നിക്കറാ നിനക്ക് ഓർമ്മ അല്ലേ? എന്താ ആയിക്കോട്ടെ, ഓർമ്മയുണ്ടല്ലോ. സന്തോഷം. അന്ന് നമ്മൾ ഒരുപാട് 16 വയസ്സ് വരെ പ്രേമിച്ച് നടന്ന് അവസാനം നീ പോയി. പക്ഷെ എന്റെ പ്രാർത്ഥനയാണ് പിന്നെ നിന്നെ ഇവിടെ എത്തിച്ചേ. നീ എന്താ ഇവിടെ? എന്റെ രാമ, എന്റെ മക്കളെ എന്നെ ഇവിടെ കൊണ്ടാക്കിയതാ. അതൊക്കെ പോട്ടെ, എല്ലാം എന്റെ പ്രാർത്ഥനയായിട്ട്. എന്തായാലും 16 വർഷത്തിന് ശേഷം കണ്ടല്ലോ, അത് തന്നെ ഒരു സന്തോഷം. എനിക്ക് പണ്ടേ നിന്നെ കാണുമ്പോൾ എന്റെ ഹൃദയമിടിപ്പ് കൂടും. ചോദിച്ചോട്ടെ, ഇപ്പോഴും ജാനകിക്ക് ആ പഴയ ആംബുലൻസ് വിളിക്കണോ? ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ, പോവാ നമുക്ക് ആശുപത്രിയിൽ. അവളെ മുമ്പിച്ച് നാട്ടിക്കരുത് എന്റെ ജാനകി. എനിക്ക് അങ്ങനെയാണ്. നീ പറഞ്ഞോ, ഇഷ്ടം പറഞ്ഞോ. ഞാൻ പറയാൻ വന്നപ്പോ എനിക്ക് ശ്വാസം വിട്ട് വന്നു. എനിക്ക് അവളുടെ അടുത്ത് എല്ലാം ഹൃദയമെടുപ്പ് കൂടും. എനിക്ക് വേണ്ടി പറ, എനിക്ക് വേണ്ടി ഒന്ന് പറ. ഇപ്പോഴും എന്നോട് പഴയ ഇഷ്ടം ഉണ്ടോന്ന് ചോദിച്ചാൽ മതി. അവൾ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് താഴാൻ പറ്റൂല. അത് അകത്ത് ചോദിച്ചു. ശരി, നീ ഇവിടേക്ക് ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരാം. എന്നോടും പറയണേ, ഞാൻ കാത്തിരുന്ന് എന്നൊക്കെ പറയണേ. ഞാൻ പറയാം, നീ മിണ്ടാണ്ട്. കയ്യിൽ നിന്ന് പോയി. ജാനകി, അവന് വേറെ കുഴപ്പമൊന്നുമില്ല. അവനെന്തോ ഇഷ്ടമാണ് പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതിനകത്തൊന്നും ചെവി കൊടുക്കല്ലേ. അവനില്ലാത്ത അസുഖങ്ങളില്ല. ഷുഗർ, പ്രഷർ, ആമവാദം എല്ലാം ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോഴും സ്റ്റെല്ലി അങ്ങ. ഇവിടുത്തെ വെള്ളത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ മുടിയൊക്കെ നനച്ചിരിക്കണത്. അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആലോചിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു കാര്യമാണ്. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. അപ്പൊ പിന്നെ ഞാനങ്ങോട്ട്